ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ത്യയെ നടുക്കിയ ഈ പതിറ്റാണ്ടിലെ ഏറ്റവും വലിയ ആകാശ ദുരന്തമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം നടന്നത്. ഏകദേശം 290 ജീവനുകളാണ് നമുക്ക് നഷ്ടമായത്. എന്താണ് അഹമ്മദാബാദിൽ നടന്നത് എന്ന് നമുക്ക് വിശദമായി തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒരുപാട് സ്വപ്നങ്ങളുമായി ലണ്ടനിലേക്ക് പറന്നുയർന്ന 242 ജീവനുകളിൽ ഏകദേശം 241 ആൾക്കാരും അവിടെ വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത്. ഒരാൾ മാത്രമാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ കുടുംബക്കാരുടെ വിഷമത്തിലും അതുപോലെ തന്നെ സങ്കടത്തിലും നമ്മൾ പങ്കുചേരുകയും ചെയ്യുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ലണ്ടനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് എല്ലാം പൂർത്തിയാക്കി എയർ ഇന്ത്യയുടെ AI-171 വിമാനം അഥവാ ബോയിങ് 7878 ഡ്രീം ലൈനർ എന്ന വിമാനമാണ് ഇത്തരത്തിൽ ഒരു അഗാധമായ ഒരു അപകടത്തിലേക്ക് പതിച്ചത്. ജൂൺ 12-ാം തീയതി ഉച്ചയ്ക്ക് 1:30 എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ നിന്നും എല്ലാ അനുമതിയും കിട്ടിയ ശേഷം ഈ വിമാനം ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ച് ഉയരുകയായിരുന്നു. ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഏകദേശം 242 യാത്രക്കാരാണ് അതിലുണ്ടായിരുന്നത്. ഏകദേശം കോ പൈലറ്റ് അടക്കം 2 പൈലറ്റുമാരും അതുപോലെ തന്നെ 10 ക്രൂവും അതുപോലെ തന്നെ 230 ലോക്കൽ പാസഞ്ചേഴ്സുമാണ് അതിൽ ഉണ്ടായിരുന്നത്. ഈ 242 പേർ എന്ന് ആകെ മൊത്തം പറഞ്ഞാൽ അതിൽ തന്നെ ഉണ്ടായിരുന്നത് 53 ബ്രിട്ടീഷ് പൗരന്മാരും അതുപോലെ തന്നെ ഒരു കനേഡിയൻ സിറ്റിസണും അതുപോലെ തന്നെ 7 പോർച്ചുഗീസ് പൗരന്മാരും ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആകെ മൊത്തം 242 യാത്രക്കാരുമായിട്ടാണ് ആ വിമാനം പറന്നുയർന്നത്. അനുമതികളെല്ലാം ലഭിച്ച ശേഷം വിമാനം തന്റെ ലക്ഷ്യസ്ഥാനം ആസ്ഥാനമാക്കി കുതിച്ചുയരുകയായിരുന്നു. വളരെ എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റുമാർ തന്നെയാണ് വിമാനം പറത്തിയത്. പുതിയ പൈലറ്റുമാരൊന്നും തന്നെയല്ല, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റുമാർ തന്നെയാണ് ഈ വിമാനം പറത്തിയത്. എന്നാൽ വിമാനം പറന്നു ഉയരാൻ വേണ്ടി റൺവേയുടെ മുഴുവൻ ദൂരവും അവർ ഉപയോഗപ്പെടുത്തിയില്ല. അതിന് മുന്നേ തന്നെ വിമാനം എയറിലേക്ക് പറന്നുയരുന്നത് നമ്മൾ കണ്ടു. പറന്നുയർന്നതിന് ശേഷം 7 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ എയർ ട്രാഫിക് കൺട്രോൾ റൂമിലേക്ക് മെയ് സന്ദേശം എത്തുകയാണ് ഉണ്ടായത്. അത്രക്കും ദുരന്തപൂർണമായ ഒരു അവസ്ഥയിൽ അത്രയും ക്ലേശകരമായ ഒരു സന്ദർഭത്തിൽ മാത്രമേ പൈലറ്റുകൾ ഈ മെയ് സന്ദേശം അയക്കാറുള്ളൂ. അങ്ങനെ അയച്ച സന്ദേശം എന്താണെന്ന് പറഞ്ഞാൽ നോട്ട് റെസ്റ്റ് പ്ലെയിൻ നോട്ട് ടേക്കിംഗ് ലിഫ്റ്റ് എന്നുള്ള ഒരു മെയ് സന്ദേശമാണ് പൈലറ്റുമാർ എയർ കൺട്രോൾ ട്രാഫിക് റൂമിലേക്ക് അറിയിച്ചത്. അതിനുശേഷം വിമാനം ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് ആകാശത്ത് പറന്നത്. ആ സമയത്ത് പൈലറ്റുമാർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു ഇത് അപകടത്തിലേക്കാണ് പോകുന്നത്. 7 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വിമാനം അഗാധമായ ചുഴിയിലേക്ക് താഴത്തേക്ക് ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പതിക്കുകയായിരുന്നു. മെലാനി നഗറിലെ VJ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ BG ഹോസ്പിറ്റലിന് മുകളിലേക്കാണ്, ജനവാസ കേന്ദ്രത്തിലേക്ക് തന്നെയാണ് ഈ വിമാനം പതിച്ചത് എന്നുള്ള ദാരുണമായ ഒരു വാർത്തയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പങ്കിട്ടത്. വളരെ വിഷമകരമായ ഒരു സംഭവം, ഒരു വാർത്തയും തന്നെയായിരുന്നു ഇത്. വളരെ എവരെയും ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു. എന്നാൽ അതിൽ നിന്നും ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നുള്ളത് എല്ലാവരെയും ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് വിശ്വാസ് കുമാർ രമേശ് എന്ന് പറയുന്ന 40 വയസ്സുകാരനായ ഒരു വ്യക്തി മാത്രമാണ് രക്ഷപ്പെട്ടത്. ദൈവത്തിന്റെ തീരുമാനം എന്നൊക്കെ പറയണം, അല്ലെങ്കിൽ സമയമായിട്ടില്ല മരിക്കാൻ എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹം മാത്രമായിരുന്നു രക്ഷപ്പെട്ടു വന്നത്. അദ്ദേഹത്തിന്റെ സീറ്റ് നമ്പർ ഏകദേശം 11A എന്ന് പറയുന്ന നമ്മുടെ എമർജൻസി എക്സിറ്റിന് തൊട്ടടുത്തുള്ള സീറ്റിലാണ് അദ്ദേഹം യാത്ര ചെയ്തിരുന്നത്. അദ്ദേഹം രക്ഷപ്പെട്ടതിന് ശേഷം അദ്ദേഹം പങ്കുവെച്ച വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് വിമാനം അദ്ദേഹം എക്സിറ്റ് ഡോർ തുറന്ന് രക്ഷപ്പെട്ടത് ആണ് എന്ന് വരെ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അങ്ങനെയല്ല, വിമാനം 2ആയി പിളർന്നപ്പോൾ അദ്ദേഹം പാറിപ്പോയതാണ് എന്നാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പുനർജന്മം അല്ലെങ്കിൽ ഒരു 2ാം ജന്മത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഏക മലയാളിയായി ആ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നത് രഞ്ജിത എന്ന് പറയുന്ന ഒരു നാട്ടുകാരി കൂടി, അതിൽ കേരളക്കാരി അതുകൂടി അതിലുണ്ടായിരുന്നു. അവരും മരണത്തിന് കീഴ്പ്പെടുകയാണ് ഉണ്ടായത്. സലാലയിലായിരുന്നു ഇതിന്റെ മുന്നേ 9 വർഷത്തോളം അവർ ജോലി ചെയ്തത്. അതിനുശേഷം ഈ കഴിഞ്ഞ ഒരു വർഷം മുന്നെയാണ് അവർ ലണ്ടനിലേക്ക് പോയിട്ട് നേഴ്സായിട്ട് ഇപ്പോൾ ജോലി ചെയ്ത് വന്നിരുന്നത്. ആ രഞ്ജിത എന്ന് പറയുന്ന സ്ത്രീയുടെ ഒരു പാട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നമുക്ക് ആ 2 വരി ഒന്ന് കേട്ടുവരാം. തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും തൊഴുകയ്യാൽ വിരിയണ മലനാട്, വേലയും പൂരവും കൊടിയേറിൻ കാവിൽ വെളിച്ചപ്പാടുരയണ വള്ളുവനാട്, ഉൾവിളി പെണ്ണായി ചമഞ്ഞൊരു നാട്.
അപ്പോൾ രഞ്ജിത എന്ന് പറയുന്ന അസയുടെ 2 വരി അവസാനമായി അവർ പാടിയ പാട്ടിലെ 2 വരികളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. സലാലയിലുള്ള എല്ലാ വിദേശ സുഹൃത്തുക്കളും വളരെ വിഷമത്തോടു കൂടിയാണ് ഈ വാർത്ത ശ്രവിച്ചത്. തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിൽ കൂടെ തന്നെയാണ് ഈ 242 കുടുംബങ്ങളും 41 കുടുംബങ്ങളും ഇപ്പോൾ കഴിഞ്ഞു വരുന്നത്. മരണസംഖ്യ ഏകദേശം 290 ഇപ്പോൾ തന്നെ പിന്നിട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മുടെ വിമാനം ഒരുപാട് ദൂരം സഞ്ചരിക്കാനുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് എണ്ണയും വഹിച്ചുകൊണ്ടാണ് വിമാനം യാത്ര പുറപ്പെട്ടത്. അത് ആകാശത്ത് നിന്ന് ഒഴിവാക്കാൻ പോലുമുള്ള സമയം ആ വിമാനത്തിന് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു വലിയ അപകടം, പെട്ടെന്ന് തന്നെ തീപിടുത്തം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയും വരും ദിവസങ്ങളിൽ പൂർണ്ണമായിട്ട് എന്താണ് ശരിക്കും വിമാനത്തിൽ സംഭവിച്ചത് എന്നുള്ള വാർത്തകൾ അടുത്ത ദിവസങ്ങൾ പുറത്തു വരുന്നതായിരിക്കും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. വീണ്ടും നല്ലൊരു വീഡിയോവുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.